ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. ഞാൻ ഈയിടെ നമ്മുടെ സഭാവിരോധിയും സർവോപരി കാട്ടുകള്ളനും സഭയുടെ അന്തകനുമായ തൃപ്പൂണിത്തുറയിലെ പാപ്പാന്റെ ഒരു വീഡിയോ കാണാൻ ഇടയാക്കി. അതായത് അവന്റെ ഒരു ചെന്നായ് ചാനലോ അങ്ങനെ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ ഭരണം നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ രൂപതയിൽ പാടില്ല. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വന്നാൽ നമ്മൾ തടയണം, നമുക്ക് വേറെ പണിയില്ലല്ലോ. എന്റെ പൊന്ന് കാട്ടുകള്ള, നീ ഞങ്ങളുടെ ഇടവകയെ തന്നെ കട്ടുമുടിച്ചവനാണ്. ഞങ്ങളുടെ ഫൊറോനയിലെ പല പള്ളികളിലും നീ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നാൽ നിനക്ക് തന്നെ ബുദ്ധിമുട്ടെന്ന് നിനക്കറിയാം. കാരണം നിന്റെ കള്ളത്തരങ്ങൾ പലതും ചോദ്യം ചെയ്യപ്പെടും. നീ ഇവിടുത്തെ പഴയ വികാരിമാരായിട്ട് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും അവര് നിങ്ങളെ ചോദ്യം ചെയ്യും. അത് തെറ്റുകൾ കണ്ടെത്തും, കള്ളത്തരങ്ങൾ കണ്ടെത്തും. നീ പൊതുസമൂഹത്തിൽ വീണ്ടും വീണ്ടും നീ ഇകഴ്ത്തപ്പെടും. ഇത് നിനക്ക് വേറെ എല്ലാവരെക്കാട്ടും നന്നായിട്ട് നിനക്കറിയാം. അതുകൊണ്ടാണ് നീ ഈ അഡ്മിനിസ്ട്രേറ്റർ നിയമനത്തെ നീ എതിർക്കുന്നത്. സഭയിൽ അഡ്മിനിസ്ട്രേറ്റർ നിയമനമില്ല, അങ്ങനെ ഒരു പദവിയില്ല എന്നൊക്കെ പറഞ്ഞ് കാനോ നിയമമൊക്കെ വെച്ച് നീ എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പൊട്ടനായി നീ പറയുന്നത് സഭയിലെ ഭൂരിപക്ഷം ആൾക്കാരും കേൾക്കുന്നില്ല, അതിന് വലിയ വാല്യൂ ഞങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്മിനിസ്ട്രേറ്റർ ഭരണമില്ല, അഡ്മിനിസ്ട്രേറ്റർ പദവിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഭരിക്കുന്നത് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുള്ള സത്യം നീ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിന്റെ കലാപാഹ്വാനം ഓരോ ഇടവകകളിലും ഈ പറയുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർമാർ വരുമ്പോൾ ആ ഇടവകക്കാരെ അണിനിർത്തി തടയണം, അല്ലെങ്കിൽ അവരെ നീ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി നേരത്തെ ആൻഡ്രോസ് പിതാവിന്റെ കാല് തല്ലിയൊടിക്കാൻ പോയ പോലെയും പിന്നെ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പി എറിഞ്ഞതും തുപ്പിയതും പോലെയൊക്കെ തൃപ്പൂണിത്തുറ ഇടവകയിലോ അതുപോലെയുള്ള ഇടവകയിലോ നാളെ കിട്ടുന്നു നീ വിചാരിക്കേണ്ടത്. കാരണം ഇവിടെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് തൃപ്പൂണിത്തുറ ഉള്ളത്. അതുകൊണ്ട് നിന്റെ ഈ പറയുന്ന കലാപാഹ്വാനത്തിന്, അതായത് ഒരു ഇടവകയിലാട്ടെ ഒരു രൂപതയിലാട്ടെ സ്വന്തം ഇടവക്കാർ തമ്മിൽ അടുപ്പിക്കാനുള്ള നിന്റെ ഈ കുരുട്ട് ബുദ്ധിയില്ലേ, അത് 8 മടക്കി നീ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. കാരണം നിന്റെ എല്ലാ പിടിവള്ളികളും പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാട്ടുകള്ള കട്ട് മുടിപ്പിച്ചല്ലോ നീ. ഇനി കക്കാനായിട്ട് അവസരം വേറെ ഏതെങ്കിലും രൂപതയിലേക്ക് പോവുകയായിരിക്കും നീ നല്ലത്. എറണാകുളം രൂപതയിൽ നിന്നെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി. എസ്പെഷ്യലി തൃപ്പൂണിത്തുറ ഇടവകയിലെ ചേട്ടൻകളനും അനിയൻകളനും കൂടെ കട്ടുമുടിച്ചതിന്റെ പാപഭാരം ഇപ്പൊ ഇടവക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാത്ത നടത്തണമെങ്കിൽ പോലും ഇന്ന് പിരിവിടേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളുടെ തൃപ്പൂണിത്തുറ ഇടവക എത്തിച്ചേർന്നെങ്കിൽ വിമത വൈദികരും ഈ ചേട്ടൻകള്ളനും അനിയൻകള്ളനും കൂടെ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ എന്തോരമാണെന്ന് നമ്മൾക്കറിയാം. അതിൻ്റെ എല്ലാം ലിസ്റ്റുകൾ ഓരോ പഴയ കമ്മിറ്റി അംഗങ്ങൾ എൻ്റെ കയ്യിലേക്ക് തന്നു തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇനി ഇറക്കാൻ പോവുകയാണ് ഞങ്ങൾ. പ്രിയ സഹോദരരെ, ഇവന്റെ ഈ അനാവശ്യമായ വാക്കുകൾ കേട്ട് സഭയ്ക്കുള്ളിൽ അന്തഛിദ്രം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ഇവന്റെ ആഹ്വാനം കേട്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവന്റെ വാക്കുകളിൽ വീഴരുത്. ഇനിയെങ്കിലും സഭയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുവാനായിട്ട് സഭയോടും സഭയുടെ കുരുവോടും കൂടെ ചേർന്നിരിക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.